പ്രവചനം 16-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. എന്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെയും മേൽ വെച്ചിരിക്കുന്നു, അവ എനിക്ക് മറഞ്ഞു കിടക്കുന്നില്ല. അവരുടെ അകൃത്യം എന്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല. For my eyes are on all their ways. They are not hidden from my face, nor is their iniquity hidden from my eyes. യഹൂദ ജനത്തെക്കുറിച്ച് യഹോവ പറഞ്ഞുവെങ്കിലും എല്ലാ മനുഷ്യർക്കും ബാധകമായ വാക്കുകളാണിത്. ദൈവത്തിന്റെ സ്വഭാവ വിശേഷങ്ങളായ സർവവ്യാപിത്വവും സർവജ്ഞാനവും ഇവിടെ ദർശിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ കണ്ണുകളെക്കുറിച്ച് സദൃശവാക്യങ്ങൾ 15:3 പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരെയും ഒരേ സമയത്ത് ദൈവത്തിന് കാണുവാൻ കഴിയും. അതേ, മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു. വഴി എന്ന വാക്കിന് വിവിധ അർത്ഥങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഏതർത്ഥത്തിലെടുത്താലും ദൈവം സകല വഴികളും അറിയുന്നു. മനുഷ്യർ നേരായ മാർഗത്തിലും വഴിയിലും ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെയും ആഗ്രഹം. ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളത്രേ. അങ്ങനെ ഒരു വഴിയിൽ എത്തിപ്പെടാതിരിക്കുവാൻ നാം വഴി ദൈവത്തോട് ചോദിക്കേണ്ടതാകുന്നു. ദാവീദ് പ്രാർത്ഥിച്ചത്, യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. പ്രവാചകനായ യെശയ്യാവ് പറയുന്നത്, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. മനുഷ്യന്റെ യാതൊരു വഴികളും ദൈവത്തിന് മറഞ്ഞു കിടക്കുന്നില്ല. ഇയ്യോബ് 34:21 പറയുന്നു, അവന്റെ ദൃഷ്ടി മനുഷ്യന്റെ വഴികളിന്മേൽ ഇരിക്കുന്നു, അവന്റെ നടപ്പൊക്കെയും അവൻ കാണുന്നു. നമ്മുടെ കുറിവാക്യത്തിന്റെ 2-ാം ഭാഗം പറയുന്നത്, അവരുടെ അകൃത്യം എന്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല എന്ന്. അകൃത്യം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പാപപ്രവൃത്തിയാണെന്ന് നമുക്കറിയാം. അകൃത്യങ്ങളും പാപങ്ങളും ചെയ്യുമ്പോൾ മനുഷ്യൻ അത് രഹസ്യത്തിൽ ചെയ്യുവാനാണ് താല്പര്യപ്പെടുന്നത്. എത്ര രഹസ്യത്തിൽ ചെയ്താലും ദൈവം കാണുന്നു. ദാവീദ് പറയുന്നത്, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു എന്ന്. തുടർന്ന് പറയുന്നത്, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. എബ്രായർ 4:13 വായിക്കുന്നത്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ദൈവം വെച്ചിരിക്കുന്ന കാര്യമാണ് മനുഷ്യന്റെ അകൃത്യത്തിന് പരിഹാരം കാണണമെന്ന്. യെശയ്യാവ് പറയുന്നു, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ പാപങ്ങളും അതിക്രമങ്ങളും വഹിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കുറിച്ചാകുന്നു യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത്. ഈ യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്കാണ് അതിക്രമങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത്. ആകയാൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അങ്ങയെ മറച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞങ്ങളുടെ സകല പ്രവർത്തനങ്ങളും അവിടുന്ന് അറിയുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും ക്ഷമിച്ച് ന്യായവിധിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ഞങ്ങൾ